സാരല്ല റബ്ബേ. ഒരാളെ മുന്നിലും ചെന്ന് സങ്കടങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഭവങ്ങളും പറയേണ്ട ഒരവസ്ഥ വരുത്തല്ല റബ്ബേ. ഒരാളെ മുന്നിലും ചെന്നിട്ട് യാചിക്കേണ്ട ഒരവസ്ഥ വരുത്തല്ല തമ്പുരാനെ. ഞങ്ങളെ മക്കളെ കെട്ടിക്കണം, ഞങ്ങൾക്ക് വീട് വെക്കണം, ഞങ്ങളെ കടങ്ങൾ വീട്ടണം, ഞങ്ങളെ മക്കൾക്ക് ഡ്രസ് എടുക്കണം, ഞങ്ങളും അങ്ങനെ പലതും പറഞ്ഞു ഒരാളെ മുന്നിലും ചെന്ന് കൈ നീട്ടേണ്ട ഗതികേടുറപ്പ് നമുക്കൊരാൾക്കുള്ള തരാതിരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നിപ്പോ നമ്മള് വ്യാഴാഴ്ചയാണ്, നല്ല തിരക്കാണ്. ഇത്ര ആളുണ്ടാവില്ല. കഞ്ഞി നമ്മള് കുക്ക് ചെയ്യാതെ വരാൻ പാടില്ല. ഒന്നാമത് തടി കൊണ്ട് സുഖമില്ല. ഇന്നു തന്നെ അവസ്ഥ, രണ്ട് ഗേറ്റിനും സെക്യൂരിറ്റി. ഞാന് എന്റെ രണ്ട് കാറ് ഇവിടെ നിർത്തിയിട്ട് കാറുണ്ടോ രണ്ടാൾക്കാർ സെക്യൂരിറ്റിമാർ വർത്താനം പറയും. മൂന്നാമത്തെ ആള് ഗേറ്റുകാരൻ. അപ്പൊ സെക്യൂരിറ്റിമാർ ഓരോ ശ്രദ്ധയിലാണ്ട് പോവുമല്ലോ. എന്താ ചെയ്യാ, എല്ലാവർക്കും കൊടക്കാട് വരണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താ അറിയും, വേറെ തങ്ങന്മാരുണ്ട്, അവർക്ക് നിങ്ങൾ പോകണം. അപ്പൊ അല്ലാഹു ശിഫ നൽകട്ടെ, നല്ല വിഷമല്ല മാറ്റി തെറ്റിട്ട ഫതിൽ പറയാൻ വന്നൂലുണ്ട്. എന്റെ ഭർത്താവ് വേദന വന്ന കാണ്ട് ബോധമില്ലാതായി വെന്റിലേറ്ററിൽ 36 മണിക്കൂർ കിടന്നത്. ബോധം വരില്ല എന്ന് ഡോക്ടർ ഞങ്ങളെ വിളിച്ച് പറഞ്ഞത്. അപ്പൊ ഞാന് 11 മജ്‌ലിസിന് വരെ ഏറ്റ് വെച്ച് തൊള്ള വെക്കാതെ ബോധം വരുന്നത് വരെ മജ്‌ലിസ് ഞാൻ വീട്ടിൽ വന്നാൽ ഓക്സിജൻ വെച്ച് കിടക്കണം എന്ന് പറഞ്ഞു. അപ്പൊ 6 ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജായി ബോധം വന്ന് ഓക്സിജൻ ഇല്ലാതെ വീട്ടിൽ കിടക്കുന്നുണ്ട്. പരിപൂർണമായ ശിഫ അല്ലാഹു നൽകട്ടെ. തന്റെ ഭർത്താവ് ബ്ലോക്ക് വന്ന് പെട്ടെന്ന് സീരിയസ് ആയി, അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർമാര് പറഞ്ഞു ബോധം വരാൻ പ്രയാസാണ്. ബോധം വന്നാൽ പിന്നെ എന്ത് വേണം, മാസ്ക് മുഖത്തുനിന്ന് വെന്റിലേറ്ററിലായിരുന്നു. പ്രതീക്ഷ കുറവേന്നു. എത്ര 36 മണിക്കൂർ വെന്റിലേറ്ററിൽ. അപ്പൊ ഓലെന്താക്കി നേർച്ചയാക്കി കുറച്ചോനെ എന്റെ ഭർത്താവ് ഒരു അസുഖം പെട്ടെന്ന് മാറണം. കാരണം ഡോക്ടർമാര് വിഷമില്ല പറഞ്ഞേ 11 മജ്‌ലിസിലെ കൊടക്കാട് പൊയ്ക്കോളാന്ന് പറഞ്ഞു. പിന്നെ തുള്ളടങ്ങാതെ സലാത്തുൽ ഫാത്തിഹ, അതൊരു നിഅമത്താണ്. അൽഹംദുലില്ലാഹ് ബോധവും വന്നു, മാസ്കും വേണ്ട, ഒന്നും വേണ്ട. ഇപ്പൊ അൽഹംദുലില്ലാഹ് വീട്ടിലെത്തിയ 6 ദിവസമായി. ഇപ്പൊ വർത്താനം പറയണ്ടേ? നിസ്കരിക്കാൻ ആരും നിസ്കരിക്കാൻ ദ്വാരക്കാൻ നിയത്ത് വെക്കരുത്. അത് അല്ലാഹു ഹിദായത്ത് കൊടുക്കണം. അല്ലാഹു ആർക്കെ പൈസ എത്തിയും കുട്ടികൾക്ക് എന്നോട് സ്നേഹമില്ല. അല്ലാഹു അങ്ങനെ വെറുതെ എനിക്ക് വേണം. എത്തിയ മക്കൾ മധുര കഴിച്ചിലാക്കി. അടുത്ത് പറയും. ലൈവിലും പറയും. ആ ഫതിലൊക്കെ എഴുതിരിക്കട്ടെ. അടിമമാരെ, നിങ്ങൾ പോണ സമയത്ത് ഫതിലൊക്കെ എഴുതിരിക്കും. വെറും നിങ്ങൾ കായ് വാങ്ങാൻ മാത്രം ആക്കല്ലേ. പറയും 4 മാസം ഒഴിവാക്കാൻ പറഞ്ഞു, 7 മാസം ഒഴിവാക്കാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ വന്നു കുഴപ്പമുണ്ടാവില്ല. ആറാം മാസം പറഞ്ഞു. അപ്പൊ എക്കോ എടുക്കാൻ പറഞ്ഞു ഡോക്ടർ. എക്കോ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അതെ പിന്നെ അപ്പൊ സ്കാനിങ്ങിൽ എന്താ കണ്ടത്? സ്കാനിങ്ങിൽ എന്ത് കുഴപ്പമുണ്ടായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മക്കൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും അല്ലാഹു കൊടുക്കാതിരിക്കട്ടെ. ഈ കുട്ടിനെ ഇവിടെ ഗർഭിണിയാകുന്ന സമയത്ത് ഇവിടെ കൊടുന്നീനു, മോളെ ഇവിടെ കൊടുന്നീനു. അന്ന് എത്ര മാസം ഗർഭിണി? 4 മാസം ഗർഭിണിയാണ്. അപ്പോ ഓളെ സ്കാനിങ് ചെയ്തപ്പോ കുട്ടിക്ക് ഹാർട്ടില്ല. ഒഴിവാക്കാൻ വേണ്ടി ഡോക്ടർമാർ സ്കാനിങ്ങിൽ കണ്ടു തലമ മോയുണ്ട്. ഡോക്ടർമാർ സ്കാനിങ്ങിൽ ഒരു കണ്ട് പറയണ്ടേ, കണ്ടു. അപ്പൊ ഞാൻ ഓളോട് പറഞ്ഞു, കുട്ടി പ്രസവിച്ചോട്ടെ, മോയ ഉണ്ടെങ്കിൽ ഇച്ചു തന്നല്ല, ഞാൻ എന്തായിക്കോല നോക്കിക്കോല, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. പ്രസവിച്ചപ്പോ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, ഹാർട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനും ദുനിയാവിനും മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന ഒരു മോനാകട്ടെ. അപ്പൊ ഇവിടെ ആശുപത്രികളൊക്കെ എന്തെങ്കിലും വിഷമം പറഞ്ഞ അപ്പൊ എന്താ പറയാ, കൊടക്കാട്ടിക്ക് നേർച്ചയായിക്കോ. ഇപ്പൊ കൊടക്കാട് ഇന്ത്യയിൽ ഫേമസാ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബറക്കത്ത് പാൽ ഒഴിപ്പിച്ചില്ല.
ഒന്നും ഉണ്ടാവില്ല, ഒന്നും പാല് കൊടുക്കും. അപ്പോ അൽഹംദുലില്ലാ എത്തിമക്കത്തില്ല ആ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലാതെ അപ്പൊ 4-ാം മാസത്തിൽ ഒഴിവാക്കാൻ പറഞ്ഞതാ. അപ്പൊ അൽഹംദുലില്ലാ എത്തിമക്കൾക്ക് 16 രൂപ ഒരു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുഴപ്പമുള്ള കൊടുക്കാതെക്കട്ടെ. ഒരു തക്ബീർ ഞെപ്പച്ചൊല്ലും. അടുത്ത പറയും. എൻ്റെ മോൻ്റെ ഭാര്യ പിന്നെ ഇപ്പോൾ 2 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് നമ്മൾ ഡോക്ടർക്ക് കാണിച്ചു. ഡോക്ടർ പറഞ്ഞ് പിന്നെ ഒരു പോയിന് 4ാമത്തെ സ്റ്റേജിലെത്തിന് പിന്നെ അടുത്ത പിന്നെ മോയൻ്റെ അങ്ങനെ പലതും പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചു. അപ്പോൾ റംബുത്താനെ പറഞ്ഞേരെ റംബുത്തങ്ങളെ വിളിച്ച് ശേഷങ്ങൾ അതിന് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നമ്മൾ വേറെ ഡോക്ടറെ ടെസ്റ്റ് ചെയ്ത് ഒന്നുമില്ല. ഇന്നലെ ടെസ്റ്റ് ചെയ്തപ്പം പോകുന്നു. മാഷാ അല്ലാ. മോളെ കല്യാണം കഴിഞ്ഞു, മോന്റെ കല്യാണം കഴിഞ്ഞു, ഗർഭിണിയാകണില്ല. അപ്പൊ ഡോക്ടറെ കാണിച്ച പ്രശ്നമാണ്, പ്രയാസാന്ന് പറഞ്ഞു. ഒരു ട്യൂബ് കേടാണ്, കുഴപ്പമാണ്, പ്രശ്നമാണ്. 3 മാസം കൊണ്ട് ഓപ്പറേഷൻ ചെയ്യണം എന്നായിരുന്നു. അൽഹംദുലില്ലാ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഒരു കുഴപ്പമില്ല, ഗർഭിണിയായി. മാഷാ അല്ലാ. അല്ലാഹു ബർക്കത്തിനെ തക്ബീർ ചൊല്ലുട്ടോ. നേരത്തെ നിങ്ങൾക്ക് പതില് പറയാൻ ഭാഗ്യം തെറ്റേ. നിങ്ങൾ പേടിച്ചൊന്നും മടങ്ങുന്ന കാര്യം ശരിയാവും. അതെ, കുട്ടിനെന്താ കാര്യം? ഈ ഉമ്മ ഇതൊരു അനുഭവം കേട്ടോ. കൊടക്കാരൻ മണ്ണിന്റെ അനുഭവം പറഞ്ഞു കേട്ടോളി. ഈ ഉമ്മ കഴിഞ്ഞ ബുധനാഴ്ച അല്ലേ, കഴിഞ്ഞ ബുധനാഴ്ച നേരത്തെ ബുധനാഴ്ച അതിന്റെ മുന്നത്തെ ബുധനാഴ്ച ഇമ്മ ഇവിടെ വന്നു. ഇമ്മ ഇവിടെ കുത്തിയിരുന്നിട്ട് നല്ല തിരക്കാണ്. അപ്പൊ മോള് വിളിച്ചപ്പോ പറഞ്ഞു, ഉമ്മ മോളെ ഞാൻ തങ്ങളെ കണ്ടിട്ടില്ലല്ലോ പറഞ്ഞു. ഉമ്മ ഇഞ്ഞ് കാണാൻ നിൽക്കേണ്ട സമയം എത്രയായി, നല്ല തിരക്കായില്ലേ, ഉമ്മ ഇട്ട് പോരുന്ന പറഞ്ഞു. ഉമ്മ പറഞ്ഞു, ഇവിടെ ഇരുന്നിട്ട് എനിക്ക് വല്ലാത്തൊരു റാഹത്തുണ്ട്, ഇവിടെ ഇരുന്നിട്ട് ഉമ്മ തങ്ങളെ കണ്ടിട്ടേ വരുള്ളൂ എന്നോട് പറഞ്ഞു. മോളോട് അങ്ങനെ ഇവിടെ ഇരുന്ന് അങ്ങനെ സ്വലാത്തുൽ ഫാത്തിഹ അങ്ങനെ ഉമ്മ വീട്ടിക്ക് പോയി. പിറ്റേ ദിവസം അല്ലേ, അന്ന് തന്നെ ഇവലെ പിന്നെ മരുവരെ മൂത്രം ബ്ലോക്കായി. അപ്പൊ എന്താ കുറേ ആയി പിന്നെ മൂത്രത്തിൽ കല്ല്, വലിയ കല്ല്. ഡോക്ടർമാര് പോലും പെട്ടെന്ന് ഇത് പറഞ്ഞു. അങ്ങനെ മൂത്രത്തിന്റെ ബ്ലോക്കായി. ഇപ്പം പെരും നെലോളി. അങ്ങനെ വണ്ടി വിളിച്ച് ആശുപത്രി കൊണ്ടാ. ഉമ്മ ഒരു കാര്യം പറഞ്ഞു, കുട്ടിയെ ആശുപത്രിക്ക് അതിന്റെ കൂടെ തങ്ങൾ പാപ്പാന്റെ എത്തിമക്കൊന്ന് ഒഴിഞ്ഞു വെക്കിട്ടോ പറഞ്ഞു. അതെന്നെ പറഞ്ഞ നാഗർത്തപ്പത്തിന് മൂത്രക്കല്ലിട്ട് ധരിച്ചു. അപ്പൊ തന്നെ പോയി. അപ്പോൾ ഒന്നും പാടുണ്ട്. അത് കള്ളത്തന്നെ നിയമം. അപ്പൊ അതിനല്ല ഈ ഇമ്മറുണ്ടല്ലോ, ഇവിടെ ഇരിക്കും തോറും നിങ്ങളെ വിഷമം ചെയ്യും, മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ എന്നെ കാണലല്ല, അത് എന്നെ കാണലും അതിന്റെ ഉള്ളിൽ കയറിയ ഒന്നും മാടങ്ങളെ നാവുകൊണ്ട് പറഞ്ഞാൽ മതി. അതൊന്നുമല്ല, ഇവിടെ എന്നെ കാണാൻ പറ്റിയ എന്തുമാണ് 101 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലണം. ആ സ്വലാത്തിന്റെ ബർക്കത്തുകൊണ്ട് നമ്മൾ വിഷമം അല്ലാതെ എനിക്ക് കറാമത്തില്ല. അൽഹംദുലില്ലാ. ഇനിയുണ്ടോ പതില്? പിന്നെ 2005 മകന്റെ ലൈസൻസ് പോയതാറുണ്ട്. അത് കിട്ടില്ല പറഞ്ഞാണ് അവര്. എവിടെ പോയി ലൈസൻസ്? ഊണ് പോയി, അതും കിട്ടി. എല്ലാം പറഞ്ഞു വരും. ലൈസൻസ് പോയി കിട്ടില്ല പറഞ്ഞാണ്. അത് ദുബായിക്ക് പോയില്ല, മകൻ പോയി. ഡ്രൈവറിന്റെ പണി കിട്ടാൻ ലൈസൻസ് കിട്ടി, ഇന്നലെ കിട്ടി. എല്ലാം പറഞ്ഞായിരുന്നു. അല്ലാഹു ബർക്കത്ത്. പിന്നെ മരുവനക്ക് ദുബായിക്ക് പോകാനാണ്. അത് പോയില്ലേ? എനിക്ക് അസുഖം ഉണ്ട്. കണ്ണേർ ബാത്തിലാക്കാൻ ഞാൻ വേണം, സംസാരിക്കാൻ ഞാൻ വേണം. എന്നിട്ട് ഉറപ്പിച്ചു തരുമോ? തരുമോ? ഒന്നും ഉണ്ടാവില്ല. അല്ലാഹു ബർക്കത്ത്. ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു 3 മാസം മുമ്പ്. അപ്പൊ ഗൾഫിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല മകന്. ഞാൻ പറഞ്ഞ ഒരു മോന് പറഞ്ഞല്ലോ. അപ്പൊ അത് 1 മാസം കഴിയുന്നതിന് നമ്മൾ 15 ദിവസം ആണെങ്കിലും മൊത്തം ഗൾഫിൽ പോകാൻ ശരിയായി. പിന്നെ വിസിറ്റിംഗ് അവരെന്നെ അടിച്ചു വിട്ടു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വലിയൊരു മുതലാളി ആക്കട്ടെ. ആപ്പട്ടെ, അങ്ങനെ മറക്കാൻ അതിന് മരുകളും പോയി. അവരെ ജോലി തന്നെ കിട്ടുന്നു. ഇത് തടിച്ചു പറഞ്ഞാണ്. 6 മാസം മുന്നേ ഇവിടെ വന്നു. ചെക്കൻ ഗൾഫിക്ക് പോകാൻ വേണ്ടിട്ട് 3-4 പോയി മടങ്ങി. ഇത് ഇവിടെ വന്നപ്പോ ശരിയായി. മോന് ഭയങ്കര പ്രായത്തായി. അല്ലാഹു എത്തിമാക്കറിയാലോ. കുറച്ച് കടങ്ങളും ഉണ്ട്, വീട് വേണം. ഞാൻ എത്തിമക്കളോട് ധരിക്കാൻ പറയാം. ഞാൻ ധരിക്കില്ല, എച്ചൊന്നും തരുന്നില്ലല്ലോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. തങ്ങൾക്ക് ധരിക്കാൻ പറ.
ഇവിടെ വന്ന് പറഞ്ഞു തങ്ങപ്പാപ്പ അതിന് ചെയ്യില്ല വീണ്ടും തുടങ്ങിപ്പോ 1-2 വർഷം അത് 25 കൊല്ലം തന്റെ ഭർത്താവ് കല്ലിന് അടിമയാണ്. അങ്ങനെ ഇവിടെ വന്നു. തങ്ങൾപ്പാപ്പ കണ്ണേരൊക്കെ ബാത്തിലാക്കി 25 കൊല്ലത്തെ കള്ളുകൂടി നിർത്തി. പിന്നെ എന്നോട് പ്രത്യേകം പറഞ്ഞു ഒരു തക്ബീർ ചൊല്ലണമെന്ന്. ഇതുവരെ ചൊല്ലിയില്ല. അപ്പൊ പിന്നീട് തുടങ്ങി. എന്താ ചെയ്യാ? ഇത് ഉത്തരവാദി അങ്ങോട്ട് ചെല്ലാം കേട്ടോ. നിങ്ങൾ ചെല്ലിയിട്ട് കല്ലുണ്ടാവില്ല, ബേജാറാവണ്ട. ഇനി കല്ലുണ്ടാവില്ല. അള്ളാഹു അതൊക്കെ ഒരു വിശ്വാസമാണ്. അതൊരു വിശ്വാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനി കുടിക്കേണ്ട കൽബ് അള്ളാഹു കൊടുക്കാതിരിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് ഫളല് വന്നില്ലേ. അപ്പൊ എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് നൽകട്ടെ. ഇതൊന്നും എന്റെ കഴിവല്ല കേട്ടോ. എനിക്ക് അള്ളാഹു ഒരു കഴിവും തന്നിട്ടില്ല. ഇതൊക്കെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുൽ ഫാത്തിഹ, അതിന് ബർക്കത്താണ്. അള്ളാഹു റാഹത്ത് നൽകട്ടെ കേട്ടോ.